ഇന്ന് നമ്മൾ അറേയുടെ മറ്റൊരു മെത്തേഡാണ് പഠിക്കുന്നത്, സോർട്ടിംഗ് ആണ് പഠിക്കുന്നത്. സോർട്ടിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ സോർട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പം ഈ സോഷ്യൽ മീഡിയേൻ്റെ അകത്ത് ഓൺലൈൻ പർച്ചേസ് ഒക്കെ നടത്താറുണ്ട്. അപ്പം നടത്തുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമ്മുടെ ഈ പ്രൈസ് തിരഞ്ഞെടുക്കുന്നുണ്ട്. അതായത് ചെറുത് മുതൽ വലുത് വരെ, അല്ലെങ്കിൽ വലുത് മുതൽ ചെറുത് വരെ, അതായത് ഹൈറ്റ് ലോ ടു ഹൈ എന്നും പറഞ്ഞ് നമ്മൾ പ്രൈസ് സെറ്റ് അതിൻ്റെ അകത്ത് സോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നതിനാണ് സോർട്ടിങ്. അതായത് അതിൻ്റെ ഡേറ്റ് വെച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം വെച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമാണോ അത് വെച്ച് നിങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിനെയാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ ആരോഹണവും അവരോഹണം പണ്ട് പഠിച്ചിട്ടുണ്ട്. രണ്ട് ഓർഡറിൽ, റിവേഴ്സ് ഓർഡറിലും നമുക്ക് സോർട്ട് ചെയ്യാം, നമുക്കല്ലാത്ത ഓർഡറിലും സോർട്ട് ചെയ്യാൻ പറ്റും. രണ്ട് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ഈ സോർട്ടിങ് നിങ്ങൾക്ക് ആക്ച്വലി ഉപകാരപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊമേഴ്സ് ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സോർട്ടിങ് ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് സോർട്ട് ചെയ്യേണ്ടി വരും. അതായത് അതായത് നിങ്ങളൊരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡേറ്റ് വെച്ച് എടുക്കേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. സോ നമ്മളിപ്പോൾ നമുക്കൊരു എന്ത് ക്രിയേറ്റ് ചെയ്യണം? നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ഓർഡർ ഇല്ലാതെ ഞാനൊരു അറേ കൊടുക്കുവാണ്. നമുക്ക് ഓർഡർ ഇല്ലാത്തൊരു ഡാറ്റ കിട്ടിയെന്ന് വിചാരിക്കുക, ഓർഡർ ഇല്ലാത്തൊരു ഡാറ്റ. സോ ഞാൻ ഓർഡർ ഇല്ലാത്തൊരു ഡാറ്റയാണ് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത്, D and B. എന്നിട്ട് ഇത് നമുക്ക് എങ്ങനെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോണത്. സോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ജാവാസ്ക്രിപ്റ്റിലൊരു മെത്തേഡ്, അതായത് അവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ഓൾറെഡി തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നൊരു മെത്തേഡുണ്ട്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോണത്. അതിന് നമ്മൾ ആദ്യം നമ്മുടെ അറേ വിളിക്കണം, ലിസ്റ്റ് ഡോട്ട് സോർട്ട് എന്ന് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ നമുക്കിത് പ്രിൻ്റ് ചെയ്ത് കാണണമല്ലോ. അപ്പോൾ നമുക്കിത് കൺസോളിൻ്റെ ഉള്ളിൽ കൊടുക്കാം. കൺസോൾ ഡോട്ട് ലോഗ് ലിസ്റ്റ് ഡോട്ട് സോർട്ട് നമ്മൾ കൊടുത്തു. സോർട്ട് നമ്മൾ കൊടുത്തിട്ട് ഞാനിതിവിടെ സേവ് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് ലൈവ് സെർവറിൽ വരുവാണ്. ലൈവ് സെർവറിൽ വന്നു കഴിയുമ്പം എന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് ഇൻസ്പെല്ലിൽ വന്നിട്ട് കൺസോളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരറേ കിട്ടി. ഓക്കെ, ABCD നോക്ക്, ABCD എന്ന് പറഞ്ഞൊരു അറേ കിട്ടി. കൃത്യമായിട്ട് നമുക്കത് സോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ABCD, ഒരു മിനിറ്റ്. ഓക്കെ, ABCD നമ്മളെങ്ങനെ കൊടുത്തിരുന്നത്? ACDB എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഓർഡറിൽ തന്നെ ABCD എന്നുള്ള ഓർഡറിൽ തന്നെ സോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ നമ്പർ ഒന്ന് കൊടുത്തു നോക്കാം സോർട്ടിങ് എങ്ങനെയാണെന്ന്. അല്ല, അതിന് മുമ്പ് നമുക്ക് ഇത് കൊടുത്തു നോക്കാമല്ലോ. നമുക്കിത് റിവേഴ്സിൽ നമുക്കൊന്ന് സോർട്ട് ചെയ്യാം. സോ ഞാനിവിടെ റിവേഴ്സ് കൊടുക്കുവാണ്. റിവേഴ്സ്, ഓക്കെ, റിവേഴ്സ് കൊടുത്ത് സേവ് ചെയ്തു. എന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ BDCA എനിക്ക് റിവേഴ്സിൽ ഇത് സോർട്ട് ചെയ്ത് കിട്ടി. ഓക്കെ, ഇതിന് പകരം ഞാനിവിടെ നമ്പർ ഒന്ന് കൊടുത്ത് കാണിച്ചു തരാം നിങ്ങളെ. നമ്പർ നമുക്ക് ന്യൂമറിക്കൽ ഡാറ്റ ആയിരിക്കണം സോർട്ട് ചെയ്യേണ്ടത്. സോ 1 3 4 2 5 എന്നുള്ള ഈ ഒരു ന്യൂമറിക്കൽ ഡാറ്റ നമുക്ക് സോർട്ട് ചെയ്യണമെങ്കിൽ ഞാനിവിടെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 5 2 4 3 1 എന്ന് കിട്ടി. ഞാനിവിടെ റിവേഴ്സിലാണ്. 5 2 4 3 1 5 2 4 3 1 എന്ന് പറഞ്ഞ് ഇതിങ്ങനെ റിവേഴ്സിലാണ് സോർട്ടായത്. ഓക്കെ, ഒരു കാര്യം ആലോചിക്കണം, ഇങ്ങനെ നേരിട്ട് പുറകോട്ട് പോവുക ചെയ്തത്. പക്ഷേ സ്ട്രിങ്ങിൻ്റെ കേസിൽ എന്താ സംഭവിച്ചത്? സ്ട്രിങ്ങിൻ്റെ കേസിൽ കറക്റ്റായിട്ടാണ് സോർട്ട് ചെയ്തത്. ABCD എന്നുള്ളത് തന്നെ തിരിച്ചാണ് സോർട്ട് ചെയ്തത്. അതായത് DCBA എന്ന് പറഞ്ഞ് സോർട്ട് ചെയ്തു. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് ചുമ്മാ സോർട്ട് കൊടുത്ത് നോക്കാം എന്താ സംഭവിക്കണമെന്ന് അറിയാമല്ലോ, കറക്റ്റായിട്ട് സോർട്ട് ആവുമെന്ന്. ഓക്കെ, സോർട്ട് കൊടുത്തിട്ട് നമുക്കിവിടെ വന്നിട്ട് ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 4 5 കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് കിട്ടി. അതായത് റിവേഴ്സിൽ നമുക്കിത് കറക്റ്റായിട്ടുള്ള ഒരു ഓർഡറിലല്ല സോർട്ട് ചെയ്ത് കിട്ടിയത്, ഇങ്ങനെ ഡയറക്റ്റ് റിവേഴ്സാണ് സോർട്ട് ചെയ്ത് കിട്ടിയത്. സോ നമുക്ക് മാനുവലായിട്ട് സോർട്ട് ചെയ്ത് നോക്കാം. മാനുവലായിട്ട് സോർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ സോർട്ട് ചെയ്യണം എന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ ഈ ലിസ്റ്റ് ഞാനിവിടെ എടുത്തെഴുതാൻ പോവുകയാണ്. സോ ഞാനിവിടെ ലിസ്റ്റ് എടുത്തെഴുതിയതിന് ശേഷം സോർട്ട് എന്ന് കൊടുത്തു. ഓക്കെ, സോർട്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാനൊരു എന്ത് ഫംഗ്ഷൻ വിളിച്ചു? നമ്മൾ റീയൂസ് ചെയ്യാത്ത അനോണമസ് ഫംഗ്ഷൻ വിളിച്ചു. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ AB എന്ന് പറഞ്ഞ് രണ്ട്
ഒരു 2 പാരാമീറ്റേഴ്സ്, ഇത് 2 പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു പാരാമീറ്റേഴ്സ് ഇല്ല ആക്ച്വലി. ഇത് 2 പാരാമീറ്റേഴ്സ് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എടുക്കുന്നതാണ്, ഇവിടെ നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, നമുക്കങ്ങനെ അവിടെ പാസ് ചെയ്യാൻ പ്രത്യേകിച്ച് എയും ബിയിൽ ഞാനൊരു പാരാമീറ്റർ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യാൻ പോവാണ്. എന്താണ് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി, അതായത് എ മൈനസ് ഈ എയും ബി എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ? എയും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പൊസിഷൻ വെച്ചാണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മൈനസ് ചെയ്ത് കിട്ടണതാണ് ഈ 2. അത് ഞാനിവിടെ ഒരു ചാർട്ട് വരച്ച് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. എ മൈനസ് ബി എന്ന് പറയുമ്പം എയും ബിയും തമ്മിലുള്ള മൈനസ് ഇവിടെയാണ് മൈനസ് ചെയ്യുന്നത്. ഈ 2 സംഭവം വരുന്നത് ഇവിടെ നിന്നാണ്. ഈ 2 പൊസിഷനുകൾ തമ്മിൽ മൈനസ് ചെയ്യുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പൊസിഷൻ തമ്മിൽ മൈനസ് ചെയ്യുമ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 3-1 പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3-1 പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക്, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 2 കിട്ടും. ഇങ്ങനെയാണ് അറേ സോർട്ട് ആകുന്നത്. ഓക്കെ, എ മൈനസ് ബി 2 പൊസിഷൻ വെച്ച് ആ ഒരു അറേ മുഴുവനും ചെക്ക് ചെയ്ത് പോയിട്ടാണ് സോർട്ട് ആകുന്നത്. ഇവിടെ നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ console.logൻ്റെ അകത്ത് നമുക്ക് ഇതൊന്ന് വിളിച്ച് നോക്കാം. ഈ ലിസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ മാനുവലാണ് ഇപ്പോൾ സോർട്ട് ചെയ്ത്, നമുക്ക് അതറിയണം. സോ ഞാൻ ലിസ്റ്റ് വിളിച്ചിട്ട് ഇവിടെ സേവ് ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 4 5 നമുക്ക് കൃത്യമായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. 1 2 3 4 5. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 2 ഇവിടെ 2 വന്നു. എങ്ങനെ? 3 - 1 1 അല്ലേ? അപ്പം എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന ആൻസർ 2 ആണ് ഇവിടെ വന്നത്. ഓക്കെ, അതുപോലെ നേരെ തിരിച്ചുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ബി മൈനസ് എ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 4 3 2 1. ഇപ്പം നിങ്ങൾ കണ്ടോ, നേരത്തെ നമ്മൾ റിവേഴ്സ് കീവേഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എററാണ് സംഭവിച്ചത്. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സോർട്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്തത്. ഡയറക്റ്റ് ഇത് സോർട്ട് ആവുക ചെയ്തത് 5 2 4 3 1. അതായത് സ്ട്രിങ്ങിൻ്റെ കേസിൽ അത് ഓക്കെയാണ്. പക്ഷേ ഈ ന്യൂമറിക് ഡാറ്റയും അതുപോലെ നമ്മൾ മിക്സൊക്കെ ചെയ്ത് എഴുതി കഴിയുമ്പം വേറെ ഡാറ്റ ടൈപ്സിൻ്റെ കേസിൽ അത് റിവേഴ്സ് ഓർഡറിൽ സോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടിയില്ല. സോർട്ടിങ് ജസ്റ്റ് ഇത് അതേപടി ഈ അറേനെ തിരിച്ചു വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്ത് കിട്ടുകയത്. പക്ഷേ ഇവിടെ നോക്കിക്കുക, കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഓർഡറിൽ തന്നെയാണ് നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടിയേക്കുന്നത്. ഓക്കെ, 5 4 3 2 1 ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് സോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒരു സ്ട്രിങ് ABCD അങ്ങനെ സ്ട്രിങ് ഡാറ്റ സോർട്ട് ചെയ്യണമെങ്കിൽ സോർട്ടിട്ട് നിങ്ങൾക്ക് സോർട്ട് ചെയ്യാം. സോ ന്യൂമറിക് ഡാറ്റ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാനുവലി തന്നെ എഴുതണം. മാനുവലി ഇങ്ങനെ തന്നെ സോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടില്ല റിവേഴ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ. ഓക്കെ, റിവേഴ്സ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ സോർട്ട് ചെയ്യണം. ഇവിടെ ഇപ്പം ഇതിവിടെ സംഭവിച്ചത് ഇങ്ങനെ തന്നെയാണ്. ഇവിടെ നോക്ക്, ആദ്യത്തെ പൊസിഷൻ 5 കിട്ടി. ഓക്കെ, അപ്പോൾ 5 പിന്നെ നമുക്ക് 1 കിട്ടി. അങ്ങനെ ഇത് റിവേഴ്സ് ഓർഡറിൽ സോർട്ട് ചെയ്തു നമ്മൾ ഇതുപോലെ തന്നെ ബി മൈനസ് എ ഓരോരോ പൊസിഷൻ വെച്ച്. ഓക്കെ, അപ്പോൾ എന്താ ഇപ്പോൾ പറയുക? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സോർട്ടിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊന്നും ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.